അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടതും ഇതേ പെണ്ണുങ്ങളെയാണെന്ന് പറയുമ്പോഴാണ് വിഷമം വരുന്നത്. 4 കാര്യം ചെയ്യുവീൻ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സ്വല്ലത്ത് ഖംസഹാ, പെണ്ണേ നീ നിന്റെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്ക്. 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്ക്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പൗഡർ പോകുമോ ഫൗണ്ടേഷൻ പോകുമോ എന്ന് പറഞ്ഞ് ളുഹർ നിസ്കരിക്കാത്ത കാലമാണ്. ഇത് തമാശയല്ല. സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം വുളൂ ചെയ്താൽ മുഖത്തിന്റെ ഫൗണ്ടേഷനും മേക്കപ്പും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട് വുളൂ ചെയ്യാതെ നിസ്കരിക്കാതെ വരുന്ന പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളോടാണ് പറയുന്നത്, പെണ്ണെ നീ നിന്റെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കും. ഇദാ സ്വല്ലത്ത് ഖംസഹാ, 5 വക്ത് നിസ്കാരം കൃത്യമായി നീ നിർവഹിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹാ, പരിശുദ്ധമായ റമളാൻ മാസം നോമ്പ് പിടിച്ചാൽ. ഇവിടെയും എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്. നിസ്കാരത്തിലും എക്സ്ക്യൂസ് ഉണ്ട്, നോമ്പിലും ഇളവുണ്ട് പെണ്ണുങ്ങൾക്ക്. ഈ ഇളവുകളൊക്കെ സ്വീകരിച്ച് 5 വക്ത് നിസ്കരിച്ചു, പരിശുദ്ധ റമളാനിൽ നോമ്പ് പിടിച്ചു. പിന്നെയോ സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണായി നീ ജീവിച്ചാൽ, ഭർത്താവ് പറയുന്നത് പോലെ ജീവിക്കാൻ നീ തയ്യാറായാൽ, do or die, don't ask why എന്നാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ തിരിച്ച് സംസാരിക്കാതെ അത് ഒബേ ചെയ്യുക, അത് അനുസരിക്കുക, അത് പെണ്ണിന്റെ ബാധ്യതയാണ്. അതങ്ങനെയാണ്. അത് ചോദ്യം ചെയ്യലല്ല, അത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടലല്ല. പിതോ രക്ഷിതി കൗമാരെ, ഭർത്രോ രക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. കുട്ടിക്കാലത്ത് പെണ്ണിനെ സംരക്ഷിക്കുന്നത് മാതാപിതാക്കളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 1, 2, 3 പെൺകുട്ടികളെ ഒരാൾ വളർത്തുകയും പ്രായപൂർത്തിയായാൽ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ ഉപ്പയ്ക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി. അപ്പൊ ഒരു പെൺകുട്ടി കുട്ടിയായിരിക്കെ അവളെ വളർത്തുന്നത് അവളുടെ ഉപ്പയാണ്. ഇനി ഭർത്താവ് കല്യാണം കഴിഞ്ഞാലോ ഭർത്താവിന്റെ കൈകളിലാണ് ഉത്തരവാദിത്വം. ഭർത്താവിനോട് പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ പെണ്ണിനോട്, നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്ന ആളുകളാണ്. നമ്മളിൽ ഏറ്റവും നല്ല ആളാരാ? ഭാര്യയോട് നന്നായി പെരുമാറുന്ന ആളാണ്. അല്ലാതെ സംഘടനാ നിലയിലൊക്കെ വളരെ ഉന്നതമായ സ്ഥാനമുണ്ടാകും, നല്ല സോഷ്യൽ വർക്കർ ആയിരിക്കും. അതൊന്നും നീ ഒരു നല്ലവനാണ് എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. നിന്റെ ഭാര്യ പറയണം, എന്റെ ഭർത്താവ് ബെസ്റ്റ് വൺ എന്ന് നിന്റെ ഭാര്യ പറഞ്ഞാലേ നീ നല്ലവൻ എന്ന് പറയാൻ പറ്റൂ. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളാണ്. ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ യൗവനത്തിലെത്തുന്ന പെണ്ണിനെ സംരക്ഷിക്കുന്നത് ഭർത്താവാണ്. ഭർത്താവ് പറഞ്ഞതനുസരിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. ഭർത്താവ് പറഞ്ഞതനുസരിക്കുന്ന പെണ്ണ് ഖാമ എന്ന് ഭർത്താവിനോട് ചോദ്യം ചെയ്യാതെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അതനുസരിക്കുന്ന പെണ്ണ്. പിന്നെ അല്പം കഴിഞ്ഞു നിന്റെ തലയണ മന്ത്രമോ അല്ലെങ്കിൽ നീ പഠിച്ച 18 പണിയുമായി നിനക്ക് ഭർത്താവിനോട് എക്സ്ക്യൂസ് പറയാൻ കുഴപ്പമില്ല. പക്ഷേ ഭർത്താവ് നിന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നീ ഓൺ ദി സ്പോട്ട് തർക്കിച്ച് കയറല്ല, എനിക്ക് പറ്റൂല എന്ന് പറയല്ല. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, എന്നോട് പറയല്ല എന്ന് പറയരുത്. അങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ആയി മാറിയോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സമ്പത്തും പഠനവും അതേപോലെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഭർത്താവിനെ ചോദ്യം ചെയ്യാനുള്ള മാനദണ്ഡമായി ഇന്ന് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പെണ്ണെ, നിന്റെ നാശം നീ ഭർത്താവിനെ ധിക്കരിക്കലോട് കൂടെ തുടങ്ങുകയാണ്. ഭർത്താവിനെ അനുസരിച്ചാൽ പ്രായപൂർത്തിയെത്തിയത് മുതൽ നിന്റെ ഗുഹ്യാവയവങ്ങളെ ഹറാമിൽ പെടാതെ നീ സൂക്ഷിച്ചാൽ,
പ്രായപൂർത്തിയെത്തി, നിന്റെ സെക്ഷുവൽ ഹോർമോണുകൾ വളരാൻ തുടങ്ങി. അപ്പോഴേക്കും കണ്ടവൻ നമ്പറുകൾ തരുമ്പോൾ അത് വാങ്ങി സംസാരിക്കാൻ നീ തയ്യാറാവാതെ, കണ്ടവനെ പ്രേമിച്ച് നടക്കാനോ പ്രണയിച്ച് നടക്കാനോ തയ്യാറാവാതെ, സ്കൂളിൽ പോയി അവിടെയും തോന്നിവാസങ്ങൾ കാട്ടി നടക്കാൻ തയ്യാറാവാതെ, ഞാൻ എൻ്റെ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ, സ്കൂളിന്റെ കഥകളൊക്കെ പറയണോ ഞാൻ? സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ പരിതാപകരമാണ്, വളരെ പേടിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റിനും അതേപോലെ MPhilലും അങ്ങനെ പല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന ആളുകളാണ്. ഇന്റേണൽ മാർക്കിന് വേണ്ടി അധ്യാപകർക്ക് ശരീരം കാഴ്ചവെക്കേണ്ട അവസ്ഥയാണ് പല കോളേജുകളിൽ നടക്കുന്നത്. ഡെന്റിസ്റ്റ് ആവണം, ദന്തവിദഗ്ധയാവണം, അതേപോലെ ഗൈനക്കോളജിസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ ലക്ഷ്യങ്ങൾ വാരി വിതറി പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും പറഞ്ഞയച്ചു. അവിടെ നടക്കുന്നത് ആഭാസങ്ങളാണ്. എല്ലാവരും ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. അധ്യാപകന്റെ ഇന്റേണൽ മാർക്ക് ലഭിക്കാൻ വേണ്ടി അധ്യാപകന്റെ വീട്ടിലും റൂമിലും കയറി ഇറങ്ങി ശരീരം പോലും കാഴ്ചവെക്കേണ്ട ദയനീയ അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞതൊരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇതൊക്കെ അനുഭവങ്ങളാണ്. അതേപോലെ സ്കൂളിൽ പഠിക്കുന്ന 100% പെൺകുട്ടികൾക്കും പ്രണയമുണ്ട്. അതിൽ 30% പെൺകുട്ടികളും പ്രണയിക്കുന്നത് അമുസ്ലിമീങ്ങളെയാണ് എന്ന് ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഡയറി എഴുതി വെക്കുന്നുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ 100% പേർക്കും പ്രണയമാണ്. അതിൽ 30% ആളുകളും പ്രണയിക്കുന്നത് അന്യമതസ്ഥരെയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കരുതി നടക്കുക, എന്റെ മകൾ ഇതൊന്നും ചെയ്യൂല. ഇത് വെറും ഒരു കോഴിക്കോടിന്റെ സംഭവമല്ല. ഒരു കോഴിക്കോട് നിന്നൊരു ഒളിച്ചോട്ടം കല്യാണത്തിന്റെ അതേ ദിവസം ഒളിച്ചോടുമ്പോ ഇത് അവിടെയല്ലേ, ഇതെനിക്ക് പ്രശ്നമല്ലല്ലോ എന്ന് കരുതി നാം നിൽക്കുകയാണ്. എന്റെ മക്കളെ കുറിച്ച് അമിതമായ ആത്മവിശ്വാസം. അവരുടെ ബാഗ് ചെക്ക് ചെയ്യാറില്ല, അവരുടെ നീക്ക് പോക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവരുടെ റൂമിൽ നമ്മൾ തനിച്ച് കിടത്തി ഉറക്കുകയാണ്. അവരുടെ ഫോൺ ഉണ്ടോ, അവർ സംസാരിക്കുന്നുണ്ടോ, സ്കൂളിൽ പോയി എന്താണ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾക്ക് വിഷയമേ അല്ല. അങ്ങനെ നമ്മൾ മക്കളെ എങ്ങനെ അഴിച്ചു വിടുന്നു. കല്യാണത്തിന്റെ തലേന്ന് പോകുന്നു, കല്യാണം കഴിഞ്ഞു പോകുന്നു, കല്യാണത്തിന്റെ മുമ്പ് പോകുന്നു. ഇതൊന്നും 1, 2, 3 സംഭവങ്ങളല്ലല്ലോ, അല്ലേ? لا يلدغ المؤمن من جحر واحد مرتين. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാളത്തിൽ നിന്ന് ഒരാൾക്ക് 2 പ്രാവശ്യം പാമ്പ് കടിച്ചാൽ അവൻ മുഅ്മിനല്ല എന്നാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒളിച്ചോട്ടങ്ങളും അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോകലൊക്കെ നടക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ലാസ്റ്റ് വൺ, ഇത് കണ്ട ആളുകൾ പഠിച്ചല്ലോ, ഇനിയൊരു പ്രാവശ്യം ഇത് ആവർത്തിക്കില്ലല്ലോ. പയ്യന്നൂരിലൊരു മുബശ്ശിറയോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ളൊരു സഹലയോ ഇതൊക്കെ വെറും വിരളമാണ്, ഇതിനി സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതുമ്പോഴേക്കും പിറ്റേ ദിവസം വേറൊരു വാർത്ത വരികയാണ്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാനായിട്ടില്ലേ? ഇനി എന്നാ നമ്മൾ ഇതൊക്കെ പഠിക്കുക? എന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുക? ഇതൊക്കെ സംഭവിക്കുന്നത് ഓരോ ഉമ്മയുടെ മക്കളാണ്. ദീനീബോധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. ഇത് പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ നമ്മൾ പഠിക്കുക? ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മർറതൈൻ ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും വീണ്ടും ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത് സംഭവിക്കുന്നുവെങ്കിൽ നമ്മൾ മുഅ്മിനേയല്ല എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹ്. വാലിന് വരുന്ന ആളുകൾക്ക് എങ്ങനെ നടന്മാരെ കാണുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കാൻ തോന്നുക, അവരെ കാണുമ്പോൾ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ തോന്നുക, അവരുടെ കൂടെ സെൽഫി എടുക്കാൻ തോന്നുക? എങ്ങനെയാണ് ഒരു വാലിന് പഠിക്കുന്ന വാലിന് വരുന്ന ഒരു പെണ്ണുങ്ങൾക്ക് അത് സാധിക്കുക? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണല്ലോ ഏറ്റവും നല്ല സമൂഹമെന്ന് പരിശുദ്ധ ഖുർആൻ. ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമാണ് നിങ്ങളെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ നമ്മൾ സമൂഹത്തിന് അപമാനമുണ്ടാക്കല്ല, സമൂഹത്തിന്റെ പേര് നമ്മൾ ദോഷം വരുത്തല്ല. നമ്മളായിട്ട്
നമ്മുടെ ദീനിനൊരു നന്മ പോലും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനൊരു കോട്ടമുണ്ടാക്കാൻ ശ്രമിക്കല്ല. നമ്മൾ കാരണം ഒരു കോട്ടം പോലും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ദീനിനോ ഉണ്ടാവാൻ പാടില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കണ്ടേ നമ്മളൊക്കെ? ഹൈദരി ഫഖർ ഹേ, ഹൈദരി ഫഖർ ഹേ, ന ദൗലത്തെ ഉസ്മാനി ഹേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന ആ ഒരു പട്ടിണി നിങ്ങൾക്കുണ്ടായോ? ഹൈദരി ഫഖർ ഹേ, ന ദൗലത്തെ ഉസ്മാനി ഹേ. മഹാനായ ഉസ്മാൻ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പന്നതയും നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് കവി നമ്മോട് ചോദിക്കുന്നുണ്ട്, തും മുസൽമാൻ ഹോ, നീ ഒരു മുസ്ലിമാണോ? നിന്നെ കുറിച്ച് എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയാൻ പറ്റുക? നിന്നെ കുറിച്ചോ എന്നെ കുറിച്ചോ ഒരു മുസൽമാനാണെന്ന് പറയാൻ പറ്റുമോ? കവി ചോദിക്കുകയാണ്, യാ അന്താസ മുസൽമാനി ഹേ, എന്ത് ബന്ധം കൊണ്ടാണ് നിന്നെ മുസൽമാൻ എന്ന് എനിക്ക് പറയാൻ പറ്റുക? മുസൽമാൻ ഹോക്കർ, മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനം നടിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാൻ, ഞാനൊരു മുസൽമാനാണെന്ന് അഭിമാനത്തോടെ പ്രൗഢിയോടെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് മുസ്ലിം എന്ന് പറയുമ്പോൾ പേടി തോന്നുകയാണ്. എന്തേ കാരണം? കവി തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഔർ തും ഖാർ ഹുയേ താരിഖേ ഖുർആൻ ഹോക്കർ, നീ പരാജയപ്പെടാനും നീ തോറ്റുപോവാനും നിന്റെ സംസ്കാരങ്ങൾ നഷ്ടപ്പെടാനും നിന്റെ സ്വാഭിമാനം നഷ്ടപ്പെടാനും കാരണം ഒന്നേ ഒന്ന് മാത്രം. പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളെ നീ വലിച്ചെറിഞ്ഞപ്പോ, പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരങ്ങളെ നീ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോ, വാലിന്റെ സദസ്സുകളെ നീ പുച്ഛിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു, നിന്റെ അഭിമാനം നഷ്ടപ്പെട്ടു. പിന്നെ നിന്റെ മുസൽമാൻ എന്ന പേര് മാത്രമാണ് അവിടെ ബാക്കിയായത്. അതുകൊണ്ട് പൊന്നുമ്മമാരെ, ഞാൻ പറയുന്നത്, നമ്മളായിട്ട് നമ്മുടെ മതത്തിനൊരു കോട്ടം വരുത്തല്ല, നമ്മളായിട്ട് പേരുദോഷം വരുത്തല്ല. ആരാണ് ഈ ഇസ്ലാമിനെ പടുത്തുയർത്തിയത്? പരിശുദ്ധമായ റമദാൻ മാസം ഒട്ടിയ വയറുമായി പൊട്ടിയ വാളുമായി ഭക്ഷണം കഴിക്കാതെ 313 പേർ, ആയിരക്കണക്കിന് മുശ്രിക്കീങ്ങളായ ആളുകളോട് പടപൊരുതി, വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ, പരിശുദ്ധമായ മതം ലോകത്ത് പാറിക്കളിക്കണം, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാം പടർന്ന് പന്തലിക്കണമെന്ന താല്പര്യത്തോടെ കഠിനാധ്വാനം ചെയ്ത് നാടില്ലാതെ, വീടില്ലാതെ, കുടുംബങ്ങളില്ലാതെ, മക്കളില്ലാതെ, സമ്പത്തില്ലാതെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനും വേണ്ടി ജീവിതം തന്നെ ത്യജിച്ചു വെച്ച മഹാന്മാരായ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളുടെ പാത നമ്മളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതിനൊരു നേട്ടം നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് സഹോദരി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നത്? ഇതിന്റെ മഹത്വം നമ്മളായിട്ട് കളയല്ലേ എന്ന് ഞാൻ സ്നേഹത്തോടെ പറയാൻ. കവി ചോദിക്കുന്നുണ്ട്, കൈഫ നളുന്നു ബിൽഅബ്നാഇ ഖൈറാ ഇദാ നശഉ ബിഹിൽനിൽ ജാഹിലാത്തി. വളരെ നല്ലൊരു ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ നന്നാവുക? എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. അതിന് ഉത്തരവാദി ഉമ്മയാണ്. കവി പറയുന്നു, ഫകൈഫ നളുന്നു ബിൽഅബ്നാഇ ഖൈറാ, നമ്മുടെ മക്കൾ നന്നാവുന്നു എന്ന്, നന്നാവണമെന്ന് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുക? ഇദാ നശഉ ബിഹിൽനിൽ ജാഹിലാത്തി, ജയസൂര്യ വരുമ്പോ നീർച്ചാലിലേക്ക് ഓടിപ്പോകുന്ന ഉമ്മമാർ, നിങ്ങളുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ എങ്ങനെയാണ് നന്നാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? തോന്നിവാസങ്ങൾ ചെയ്യുന്നത്, തോന്നിവാസങ്ങൾ ചെയ്താലും മടുക്കാതെ, റമദാനെന്നില്ല, പെരുന്നാളെന്നില്ല, സംശുദ്ധമായ പരിശുദ്ധമായ ദിവസങ്ങളെന്നില്ല, എല്ലാം കാറ്റിൽ പറത്തി തോന്നിയതുപോലെ ജീവിക്കുന്ന ഉമ്മമാരുടെ മടിത്തട്ടിൽ ഈ മക്കള് വളർന്നാൽ ഈ മക്കളിൽ എങ്ങനെയാണ് നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്നത്? മക്കൾക്ക് മുലപ്പാല് നൽകുമ്പോൾ വരെ, മുലപ്പാൽ നൽകുന്നതൊരു ഇബാദത്താണ്, അതും ഒരു ആരാധനയാണ്. ആ സമയത്ത് വരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന,
ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺമക്കളുടെ മടിയിൽ നിന്ന് വളർന്നു വരുന്ന മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. അല്ലേ, TV കണ്ടുകൊണ്ട് മുലപ്പാല് നൽകുക, ഉളു ഇല്ലാതെ മുലപ്പാല് നൽകുക, ഗെയിം കളിച്ചുകൊണ്ട് മുലപ്പാല് നൽകുക, സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ കാമുകന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടിരിക്കെ മുലപ്പാല് നൽകുന്ന ഉമ്മമാർ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്? കവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ മക്കൾ നന്നാവുമെന്ന്? ഈ മക്കൾ നന്നാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദീനിനെ കുറിച്ച് ബോധമില്ലാത്ത, ദീനിനെ കുറിച്ച് തിരിപാടില്ലാത്ത, ദീനിനെ കുറിച്ച് അറിവില്ലാത്ത, ദീനെന്തെന്നറിയാത്ത ഈ ഉമ്മമാർ മുലപ്പാല് നൽകിയ ഈ മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. യാ അല്ലാഹ്, ഉമ്മാ, നമ്മുടെ മക്കളെങ്ങാനും നശിച്ചു പോയാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. ഉസ്താദുമാരെ പറയല്ല, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ കുറ്റമല്ല. എങ്ങനെയാണ് മദ്രസയിലൊക്കെ പഠിപ്പിക്കുക? പഠിക്കാത്തതിന്റെ പേരിൽ ഒന്ന് വടിയെടുത്താൽ പിന്നെ പ്രശ്നങ്ങളായി, പിന്നെ മദ്രസയിലേക്ക് മാർച്ചായി, പിന്നെ ആ ഉസ്താദിനെ പുറത്താക്കാതെ എന്റെ മകനെ ഞാൻ മദ്രസയിലേക്ക് പറഞ്ഞേക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഉമ്മമാർ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നന്നാകുമോ? പഠിക്കാത്തതിന്റെ പേരിൽ അടിക്കാൻ പാടില്ല, കളിച്ചതിന്റെ പേരിൽ അടിക്കാൻ പാടില്ല. തോന്നിവാസങ്ങൾ എത്ര 100 കൂട്ടം തോന്നിവാസങ്ങൾ ചെയ്താലും, കഞ്ചാവ് അടിച്ചാലും, കള്ള് കുടിച്ചാലും, പെണ്ണ് പിടിച്ചാലും, മകന്റെ കൂടെ നിന്ന് മകന്റെ തിന്മകളെ ന്യായീകരിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ മക്കൾ നന്നാവുമെന്ന് കരുതുന്നത്? അതുകൊണ്ട് പൊന്നു സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നൊരു ഹദീസ് ഉണ്ട്, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹ്. അല്ലാഹു തആല ഒരാൾക്ക് ഒരു അധികാരം നൽകിയാൽ, അല്ലാഹു തആല ഒരു പെണ്ണിനോ ഒരു ആണിനോ ഒരു അധികാരം നൽകി, ആ അധികാരം ഭംഗിയായി പൂർത്തീകരിക്കാതെ മരിച്ചുപോയാൽ ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയേ ഇല്ല. നമ്മുടെ മക്കൾ അമാനത്തുൻ ഫീ അഅനാഖികും, നമ്മുടെ ഷോൾഡറിൽ അല്ലാഹു കെട്ടിത്തന്ന, അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കൾ. അത് പെൺമക്കളും പെട്ടു, ആൺമക്കളും പെട്ടോ. നമ്മുടെ മക്കളെല്ലാം നമ്മുടെ കയ്യിൽ അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണത്. അതിനോട് ചില ബാധ്യതകളും ചില കടമകളും അല്ലാഹു ഉമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ രീതിയിലാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വലിക്കുന്നത് സീസറാണ്, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും അടിക്കുന്നത് കഞ്ചാവാൻ. ഇതൊന്നും കണ്ടാലും അറിഞ്ഞാലും ഉമ്മമാർക്ക് പ്രശ്നമില്ലല്ലോ, എന്റെ കുട്ടിയല്ലേ, കുഴപ്പമില്ല, ചെയ്തോട്ടെ. പൊന്നുമ്മ, നിങ്ങൾ മരിച്ചു പോകുമ്പോ മക്കളോടുള്ള ബാധ്യത ചെയ്ത് വീട്ടാതെ മരിച്ചു പോയാൽ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഞാനല്ലേ? ഇത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാക്കുകളാണ്. മരിച്ചു പോയാൽ എന്താ ചെയ്യാ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ റബ്ബനാ അരിനൽ ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. മുസ്ലിംകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ നമ്മുടെ മക്കൾ കിടന്നുറങ്ങുമ്പോൾ 12 മണിയും 1 മണിയും 2 മണിയുമാകുന്നു. ഉമ്മ, നീ ചോദിച്ചോ എവിടെയായിരുന്നു ഇതുവരെ എന്ന്? ബസ് സ്റ്റാൻഡിലിരിക്കുന്ന കുട്ടിയോട് 9 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ വീടിന്റെ കതകടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ ഉമ്മമാർക്കുണ്ടോ? നമ്മുടെ നാടിന്റെ ചുറ്റുവട്ടത്തുള്ള ഈ അങ്ങാടികളിൽ ബസ് സ്റ്റാൻഡിൽ 12 മണി വരെ 1 മണി വരെ കിടന്നുറങ്ങാതെ നമ്മുടെ മക്കൾക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത്? എന്ത് ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്? എന്ത് ദൗത്യമാണ് അവർക്കുള്ളത്? എന്താണ് അവർ ചർച്ച ചെയ്യുന്നത്? എന്താണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം? എന്താണ്? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങിക്കൂടെ? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സംസാരിക്കല്ല, അത് ഭാര്യമാരോട് മാത്രമേ സംസാരിക്കാൻ ഓപ്ഷനുള്ളൂ.
അങ്ങനെയാണ് ദീന് പഠിപ്പിക്കുന്നത്. ഇശാ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം, പിന്നെ സംസാരിച്ചിരിക്കരുത്. ഭാര്യമാരോട് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താക്കന്മാർക്ക് സംസാരിക്കാം. അതേപോലെ നാട്ടിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും സംസാരിക്കാം. അല്ലാതെ വെറുതെ സ്വര പറയുന്നത് ഇസ്ലാം നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ കിടന്നിങ്ങനെ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളൊക്കെ 9 മണിയാകുമ്പോ വീട്ടിൽ കയറി മീശ മുളക്കാതെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 2 മണിക്ക് റോഡിലും ടൗണിലും ഇങ്ങനെ അലഞ്ഞു തിരിയ. എന്താ ഇവർക്കൊന്നും ഉപ്പമാരില്ലേ? ഇവർക്കൊന്നും ഉമ്മമാരില്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് വൈകി എത്തുന്ന മക്കളെ നിങ്ങളല്ലാതെ പിന്നെ ആരാ ചോദ്യം ചെയ്യേണ്ടത്? പള്ളിയുടെ ഉസ്താദിനത് പറ്റുമോ? നാട്ടിലുള്ള പ്രസിഡന്റിനത് പറ്റുമോ? ഇതുവരെ ചോദ്യം ചെയ്താൽ നാളെ പിന്നെ പ്രശ്നമല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബാധ്യതയാണിത്. ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിത് ഭംഗിയായി ചെയ്തില്ലേ, നാളെ മരിച്ചു പോയാൽ സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെ ദീനി ബോധമുള്ളവരാക്കട്ടെ.